Hello students, welcome to GT Online Study App. അപ്പോൾ നമ്മൾ ഇന്ന് ഗെയിം ചേഞ്ചർ സീരീസിൽ നോക്കുന്നത് S4 മെക്കാനിക്കലിലെ തെർമോഡൈനാമിക്സിന്റെ മൊഡ്യൂൾ 4 ആണ്. ആദ്യം നമുക്ക് മൊഡ്യൂൾ 4ന്റെ സിലബസ് നോക്കാം. അപ്പോൾ മൊഡ്യൂൾ 4നെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സ്റ്റീം ടേബിൾ വെച്ച് സോൾവ് ചെയ്യുന്ന പ്യുവർ സബ്സ്റ്റൻസും, രണ്ടാമത് നമ്മുടെ പണ്ട് തൊട്ടേ പഠിക്കുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും റിയൽ ഗ്യാസ് ഇക്വേഷനും. നമ്മൾ ഐഡിയൽ ഗ്യാസ് പഠിച്ചുകൊണ്ടിരുന്നു, പക്ഷേ ഇവിടെ ഇപ്പോൾ ഇനി നമ്മൾ റിയൽ ഗ്യാസസിനെ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻസും അതിന്റെ മോഡൽസും കൂടെ പഠിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ ആകെ മൊത്തത്തിൽ ടോട്ടൽ ഉള്ളത്. ഇപ്പൊ നമ്മൾ സിലബസിൽ നോക്കി കഴിഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ട്, അത് അപ് ടു ഈ പ്രോപ്പർട്ടി കാൽക്കുലേഷൻസ് യൂസിങ് സ്റ്റീം ടേബിൾസ് എന്ന് പറയുന്നത് വരെ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ദെൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഗ്യാസ് മോഡൽസ്, ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ്, ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് സിലബസിൽ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ബേസിക് ആയിട്ട് ചോദിക്കുന്ന PV ഡയഗ്രാം, സ്റ്റീം ടേബിൾ മനസ്സിലാക്കുന്നത് തന്നെ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. യൂസിങ് എ TS ഡയഗ്രവും PV ഡയഗ്രവും ആണ്. സ്റ്റീം ടേബിൾ അണ്ടർസ്റ്റാൻഡിങ് ക്ലാസ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അഗെയിൻ PV ഡയഗ്രം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് ക്രിട്ടിക്കൽ വോളിയം ഓഫ് വാട്ടർ. ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് പ്രഷർ ആണ്. അവിടെ നമുക്ക് ലിക്വിഡും വേപ്പറും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. പക്ഷെ ചോദിച്ചിരിക്കുന്ന അതിന്റെ മൂന്നിന്റെ വാല്യൂസ് ആണ്. അപ്പൊ വാല്യൂ ഉൾപ്പെടെ വേണം നമ്മൾ അത് കാണാതെ പഠിക്കാൻ. ദെൻ ക്വാളിറ്റി കണ്ടുപിടിക്കണം. ക്വാളിറ്റി എന്ന് പറയുന്നത് ഡ്രൈനസ് ഫ്രാക്ഷൻ X ആണ്. പിന്നെ ഹീറ്റ് ട്രാൻസ്ഫേർഡ്. അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രോപ്പർട്ടി ടേബിൾസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. പിന്നെ PV PT ഡയഗ്രത്തിലെല്ലാം നമ്മൾ കോർഡിനേറ്റ് വരച്ച് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. മുള്ളിയർ ചാർട്ട് ബേസിക്കലി ഈസ് ആൻ HS ഡയഗ്രാം. ഈ വോളിയം, ടെമ്പറേച്ചർ ചേഞ്ച് എല്ലാം കണ്ടുപിടിക്കാനാണ് ഈ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കും. ദെൻ ഒരു കണ്ടീഷൻ ഇരിക്കുന്ന വാട്ടർ വേറൊരു കണ്ടീഷനിലോട്ട് പോകുമ്പോൾ ഉള്ള ചേഞ്ച്, കണ്ടീഷൻ ആഫ്റ്റർ മിക്സിങ്ങും ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് ഒക്കെ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയും ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് നമ്മുടെ ഫസ്റ്റ് പ്യുവർ സബ്സ്റ്റൻസിയും ചോദിക്കുന്നത്. 4ന്റെ സെക്കൻഡ് പാർട്ടില് ഡീവിയേഷൻ ഓഫ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് റിയൽ ഗ്യാസസിന്റെ എക്സ്പ്ലനേഷനും ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ വാൻഡർ വാൾസിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം നോക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് ആണ്. PV ഡയഗ്രം, TS ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പോൾ ആ വേപ്പർ ഡോം എല്ലാ ഗ്യാസസിനും സിമിലർ ആയിട്ട് വരുന്നതുകൊണ്ട് ഇപ്പൊ നമ്മൾ PV ഡയഗ്രം, TS ഡയഗ്രം ഒക്കെ ഇതുപോലെ ഓരോ മെറ്റീരിയലിന് വരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സബ്സ്റ്റൻസിനും ഓരോ ചാർട്ട് കൈ കരുതേണ്ടി വരും. അപ്പം എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് ഒരു ചാർട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത പ്രോപ്പർട്ടീസ് ആയിരുന്നു റെഡ്യൂസ്ഡ് പ്രോപ്പർട്ടീസ്. ആ ഒരു ഏരിയനെയാണ് നമ്മൾ ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ് പഠിച്ചതും. അവിടെ വരുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. അപ്പൊ അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പം A പാർട്ട് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് പൊതുവെ ഈസി ആയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ഓരോ മൊഡ്യൂളും അങ്ങോട്ട് പഠിക്കും തോറും നിങ്ങൾ ഈ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പഠിക്കാണ്ട് യൂണിവേഴ്സിറ്റിക്ക് പോയിട്ട് വലിയ കാര്യമില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ഇതുപോലത്തെ ടഫ് ക്വസ്റ്റ്യൻസ് വന്നാലും സോൾവ് ചെയ്യാനായിട്ട് പഠിക്കുക.